വർഷം ഇതേ ടൈം മെയ് മാസം 6 കൊണ്ടുപോയി. ഇനി കഴിഞ്ഞ ദിവസം സെയിം 6 കൊണ്ടുപോയി. സോ ഇന്ന് ചെറിയൊരു സങ്കടം പറയാനാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ചധികം പ്രാവുണ്ടായിരുന്നു. കുറച്ചധികം അല്ല, കുറച്ചെണ്ണം മാത്രം ഉണ്ടായിരുന്നു. എൻ്റെ വീട് കണ്ട പലർക്കും അറിയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ, ഞാൻ കാണിച്ചു തരാം എന്താണ് അവസ്ഥ. സംഭവം നടന്നിട്ട് അറൗണ്ട് ഒരു 3-4 ദിവസമായി. പക്ഷെ ഞാൻ നാട്ടിലെത്തിയപ്പോഴാണ് എനിക്കിത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ കൂടിൻ്റെ അവസ്ഥ ഞാൻ ആദ്യം കാണിച്ചത്. സോ ഇതാണ് നമ്മുടെ പ്രാവിൻ്റെ കൂട്. ബട്ട് ആക്ച്വലി ഇപ്പം ഇതിൽ ഒന്നും തന്നെ ഇല്ല. കണ്ടില്ലേ, എല്ലാ പ്രാവിൻ്റെയും തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൂടിങ്ങനെ അടച്ചിട്ടുണ്ടായത്. പക്ഷെ ഒരു ദിവസം വന്ന് നോക്കിയപ്പം കൂട്ടിലെ പ്രാവ് മൊത്തം, ഞാൻ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇതിൻ്റെ അവസ്ഥ, അതായത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരെയാണ്. അതുകൊണ്ട് ഞാൻ ബ്ലേഡ് ആക്കിയിട്ടാണ് കാണിക്കുന്നുണ്ടാവുക. എന്തായാലും എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. സംഭവം വേറൊന്നുമല്ല, കൊണ്ടുപോയത് മരപ്പട്ടി മെരു അങ്ങനെ പല രീതിയിൽ പറയും. സോ ഈ സൈഡ് വഴിയാണ് ഇവറ്റകൾ കയറിയത്. പക്ഷെ ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം അകത്തുനിന്ന് നല്ല പോലെ ഒരു തുള പോലെ വന്നിട്ടുണ്ട്. ഈ സംഭവത്തിലൂടെയാണ് ഇവന്മാർ ഇറങ്ങിപ്പോയത്. കയറിയത് ഈ ഒരു സൈഡിലൂടെയാണ്. ബട്ട് എന്നാലും കണ്ടില്ലേ, ആ ഒരു ഹോളൊക്കെ എങ്ങനെയാ വന്നത് ഒന്നും അറിയത്തില്ല. സംഭവം എൻ്റെ കയ്യിലുണ്ടായ മൊത്തം പ്രാവ് എന്ന് വെച്ചാൽ അറൗണ്ട് കഴിഞ്ഞ വർഷം ഇതേ ടൈം മെയ് മാസം 6 കൊണ്ടുപോയി. ഇനി കഴിഞ്ഞ ദിവസം സെയിം 6 കൊണ്ടുപോയി. ഇപ്പം ഒന്നുമില്ല, എല്ലാം പോയി. എല്ലാം മറ്റേ ഫാൻഡിലായിരുന്നു. ഒന്നും തന്നെ ബാക്കിയില്ല. സന്തോഷം. പക്ഷേ അതിന് എന്തെങ്കിലും പ്രതികരണം നമ്മൾ വീട്ടണമല്ലോ. കാരണം ആദ്യമായിട്ടൊന്നല്ല കൊണ്ടുപോകുന്ന നാറികൾ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. ചെറ്റപ്പട്ടി, അയ്യോ. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കുറച്ച് പ്രാവുകളായിരുന്നു. അതിപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. ഇത് എൻ്റെ മാത്രമല്ല, ഈ പ്രാവ് വളർത്തുന്ന മെയിൻ ആൾക്കാരും എന്താ പറയുക അനുഭവിക്കുന്ന സാധാരണ ഈ മരപ്പട്ടി ശല്യം ഒരു രീതിയിലും മാറ്റാൻ പറ്റത്തില്ല, ഒരു രീതിയിലും. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും തൽക്കാലം ഞാനിപ്പം പ്രാവിനൊന്നും വാങ്ങാൻ പോകുന്നില്ല. കാരണം കൂടുതലൊന്ന് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ഇനി എന്തെങ്കിലും ഉള്ളൂ. അല്ലെങ്കിൽ ഇനി വിട്ടാൽ എന്താ പറയുക മൊത്തം വീണ്ടും പോകും. ഇതന്നെ ഞാൻ പണ്ടത്തെ ഒരു കൂട് എന്താ പറയുക ഫുൾ സെറ്റാക്കിയിട്ടൊന്ന് വളർത്താൻ തുടങ്ങിയതാണ്. പിന്നെ ഫുൾ നെറ്റൊക്കെ കെട്ടി ഫുൾ ആ ഒരു രീതിയിലായിരുന്നു വളർത്തിയത്. ഇങ്ങനെ കേജ് മാത്രമല്ല, കേജിൻ്റെ ഉള്ളിൽ കൂട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് കൊണ്ടുപോയത്. പുറത്തായിരുന്നെങ്കിൽ ഒക്കെ നമ്മുടെ ഫോൾട്ടാന്ന് പറയാം. എന്തായാലും കൊണ്ടുപോയി. കണ്ടില്ല, ഇവിടെ ഉണ്ടായ മൊത്തം നെറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇനിന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്ത് ഏതൊരു ഏതോ മരപ്പട്ടി ചത്ത് കിടക്കുന്നുണ്ട് തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അതെങ്ങനെയാണ് ചത്തതെന്ന്. ചിലപ്പം ദൈവത്തിൽ പൊതുവെ എനിക്ക് വിശ്വാസമില്ല. എന്നാലും ഞാൻ പറയാം, എന്താ പറയുക, ചിലപ്പം അറിഞ്ഞു കൊടുത്തതായിരിക്കും എൻ്റെ വിഷമം കണ്ടിട്ട്. എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മരപ്പട്ടി ചത്തിട്ടുണ്ട്. സോ ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ ഒന്നിൽ കൂടുതൽ എന്തായാലും വരും. കാരണം അങ്ങനെ എന്തായാലും ഈ സൈഡ് നമുക്കൊരു കൂടെ ആക്കണമെന്നുണ്ട്. പക്ഷെ അത് എന്തായാലും ഇപ്പോഴേ നടക്കത്തില്ല. കാരണം എനിക്ക് അറിഞ്ഞൂടാ, സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇപ്പോഴും കിട്ടുന്നില്ല. മൊത്തം പോയത് ആ വീഡിയോ, ആ പ്രാവിൻ്റെ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങളുടെ ഇതാവും. വളർത്തുന്നവർക്ക് അത് പെട്ടെന്ന് ഇതാവും. കാരണം അതുപോലെ ഇവറ്റകളുടെ ഇതെന്താന്ന് വെച്ചാൽ ഇവന്മാർ ഇറച്ചി കഴിക്കത്തില്ല. അതായത് ഈ പ്രാവിനെ പിടിച്ചാലും അതിൻ്റെ മീറ്റൊന്നും ഇവർ കഴിക്കത്തില്ല. സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊലി ഉണ്ടാവും, തൊലിയല്ല കഴുത്തുണ്ടാവും. ഈ കഴുത്ത് മാത്രം ഇവർ കടിച്ച് അതിൻ്റെ ചോര കുടിച്ചിട്ട് പോകും. ഇതാണ് മെയിനായിട്ട് കിടക്കും. അപ്പം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഒരു പ്രാവിനും തല ഉണ്ടാകത്തില്ല. തലാന്ന് പറഞ്ഞ സാധനം ഒരു പ്രാവിനും ഉണ്ടാകത്തില്ല. എല്ലാം കടിച്ചുകൊണ്ട് പോകും. എല്ലാം കടിച്ചു കൊണ്ടുപോയി. ഉടൽ മാത്രം പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇതന്നെ സംഭവിച്ചേ. ഒന്നിൻ്റെ തല കിട്ടിയില്ല. ഇപ്രാവശ്യം അതന്നെ, ഇപ്രാവശ്യം ഒന്നിൻ്റെ ആയിട്ടും തല കിട്ടി വന്നു. ബാക്കിയെല്ലാം പോയി. എന്തായാലും എല്ലാം പോയി. ഇനി എൻ്റെ ഇടയ്ക്കിലാക്കിയ ബേർഡ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന് ഇനി എപ്പോഴെങ്കിലും കൊണ്ടുപോകുന്ന അറിയത്തില്ല. പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എൻ്റെ പ്രാവ് തന്നെയായിരുന്നു, എൻ്റെ മയിൽപ്രാവ്. അയ്യോ പോയി. അത്രേ ഉള്ളൂ. എന്തായാലും എനിക്കിപ്പം തിരിച്ചു പോകാൻ ടൈമായി.
തിരിച്ച് നാളെ വീണ്ടും ഓഫീസ് പോകണം. സോ ഇന്ന് ഉച്ചക്കായി ട്രെയിൻ നേരെ കൊച്ചിക്ക് പോകണം. ഇനി അടുത്ത ആഴ്ച ചിലപ്പോൾ ഓഗസ്റ്റ് 15 ലീവ് ഉണ്ടല്ലോ. സോ വന്നിട്ട് വേണം കുറച്ച് ടാങ്കും പരിപാടികൾ സെറ്റാക്കാൻ. ഇതിൽ അത്യാവശ്യം കുറച്ച് ഫിലോപ്പി ഉണ്ട്. ആ ഫിലോപ്പി ഈ ടാങ്ക് എന്ന് വെച്ചാൽ ലീക്കാണ്, അത്രയേ വെള്ളം നിൽക്കത്തുള്ളൂ. സോ ഇതിൻ്റെ മുകളിലത്തെ ഷീറ്റ് മാറ്റി വേറെ ഷീറ്റ് വെച്ചിട്ട് ആ ടാങ്കിൽ കുറച്ചുകൂടി വെള്ളം നോക്കണം അടുത്ത ആഴ്ച. എന്തായാലും ഇപ്പം നമുക്ക് തിരിച്ചു പോകും. അപ്പോൾ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല, എല്ലാം പോകേണ്ടതൊക്കെ പോയി. ഇനി പുതിയ കൂടൊക്കെ ആക്കിയിട്ട് ഇനിയും പ്രാവിനെ വാങ്ങണം. കാരണം വാങ്ങണമെന്നുണ്ട്, വാങ്ങും. പക്ഷെ അതിന് മുന്നേ കൂടാതെ സെറ്റാക്കണം. അതിനു മുന്നേ ഒരു കാര്യം, ഇതേപോലെ മരപ്പട്ടി ശല്യം, ഈ മെരുവിൻ്റെ ശല്യമൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? അതായത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് കമൻ്റായിട്ട് അറിയുക. കാരണം ഇനി വയ്യ, വെറുതെ എന്തിനാ കൊടുക്കാൻ വയ്യ. അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് നമ്മൾ അത്രയും പ്രിയപ്പെട്ട് വളർത്തിയിട്ട് അത് പോകുന്ന ടൈം. അപ്പം ശരി.